ധന്യ, ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന 31-ന് ചൈനയിലേക്ക് എത്തുകയാണ്. അവിടെ മോദിയെ കാത്ത് വൻ സ്വീകരണമാണ് ഒരുങ്ങുന്നതെന്ന് കേൾക്കുന്നു. സ്വാഭാവികമാണ്, പുതിയ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ തന്നെയാണ്. എന്താണ് നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത്? എന്താണ്? തീർച്ചയായിട്ടും ഇത് ട്രംപിനുള്ള ഒരു മറുപടി ആയിരിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2018 അവസാനമായി 2018 ജൂണിലാണ് അവസാനമായി ചൈന സന്ദർശിക്കുന്നത്. അതിനുശേഷം ചൈനയും ഇന്ത്യയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിച്ചുകൊണ്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി നേരിട്ടെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്ന ഒരു ചടങ്ങാണ് നടന്നത്. അപ്പൊ അതിനുശേഷം ലോക പോലീസ് എന്നാണ് നമ്മൾ അമേരിക്കയെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലെ? അമേരിക്ക സ്വന്തമായി പറയുന്നതും അങ്ങനെയാണ്. ഞങ്ങൾക്കപ്പുറം വളരാൻ ആരുമില്ല, ഞങ്ങൾക്കപ്പുറം ഇനി ഒന്നും നേടാനും ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ഇപ്പോൾ വലിയ സാമ്പത്തിക ശക്തിയുള്ള അമേരിക്ക, ലോകത്തെ തന്നെ ഏറ്റവും സാമ്പത്തികമുള്ള ഒരു രാജ്യം, പക്ഷെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യവും അമേരിക്കയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നത്തെ വളരെ രൂക്ഷമായി കണ്ടുകൊണ്ടിരുന്ന, ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരിക്കലും ഒന്നിക്കില്ല എന്ന് കണ്ടുകൊണ്ടിരുന്നതിനിടയ്ക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സെപ്റ്റംബർ 31 ചൈനയിൽ എത്തുന്നത് പ്രമാണിച്ച് ചൈനയിൽ വൻ ആഘോഷങ്ങൾ നടക്കുന്നു എന്നുള്ളതും, ചൈനയിലെ ത്യാൻജിനിൽ SCO ഉച്ചകോടി ത്യാൻജിലാണ് SCO ഉച്ചകോടി നടക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. അതായത് ക്ഷണം ഇവിടെ വന്ന് ക്ഷണിച്ചു പോവുകയാണ്. ഇപ്പോ പുടിൻ എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അജിത് ഡോവലിനെ നേരിട്ടെത്തി ക്ഷണിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അപ്പൊ ഈ റഷ്യയും ചൈനയും ഇസ്രായേലും ഇറ്റലിയും മറ്റു രാജ്യങ്ങളുമൊക്കെ UAE അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ അടക്കം ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു. പരസ്യമായി അല്ലെങ്കിൽ പോലും അവരൊക്കെ പരോക്ഷമായി അല്ലെങ്കിൽ പോലും രഹസ്യമായി അമേരിക്കയെ തള്ളിപ്പറയുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ അമേരിക്കൻ നിലപാടുകളോട് യോജിക്കാത്ത ഒരു രീതിയാണ് എടുക്കുന്നത്. ഇന്ത്യൻ വിപണി പോലെ മറ്റൊരു വിപണിയുമില്ല എന്ന് മറ്റു രാജ്യങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ സാധനങ്ങൾ അമേരിക്കയിലേക്ക് കൃത്യമായി എത്തുന്നുണ്ട്, അതിന് തീരുവ കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് കൂട്ടുന്നത് ട്രംപിന് കഴിഞ്ഞ ദിവസം നമ്മുടെ അഹമ്മദ് മാഷ് പറഞ്ഞതുപോലെ, ഏതോ എഴുത്തുകാരൻ എഴുതിയതുപോലെ, ഇയാളുടെ തലയ്ക്ക് അടിയന്തരമായ അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് കുറച്ച് നെല്ലിക്ക കൊടുത്തു വിടണം. കാരണം ഇങ്ങനെ തലയ്ക്ക് നെല്ലിക്ക തളം വെക്കേണ്ട സമയം കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിന്റെ മട്ടുപ്പാവിൽ കയറി നിന്നുകൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുക എന്നാണ് പറയുന്നത്. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മാധ്യമങ്ങളെ കാണിച്ച് ഗോഷ്ടി കാണിക്കുന്നു. ഒരു അമേരിക്കൻ, ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് കാണിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് മൊത്തത്തിൽ കിളി പാറി നടക്കുന്ന ഒരു മനുഷ്യൻ. നമ്മുടെ പ്രധാനമന്ത്രിക്ക് 75 വയസ്സായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, 1-2 വയസ്സ് ചിലപ്പോൾ കൂടുകയും കുറയുകയും ചെയ്യാം. പക്ഷെ എങ്കിലും എത്ര പക്വതയോടെയാണ് പെരുമാറുന്നത്. എത്ര ഈ പ്രധാനമന്ത്രി എന്നല്ല, ഇതിനു മുൻപിരുന്ന പ്രധാനമന്ത്രിമാരെല്ലാം എത്ര പക്വതയോടെയാണ് പെരുമാറിയത്. അവർ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് നിലപാടുകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകാം, നമുക്ക് അത് പലതും അംഗീകരിക്കാൻ കഴിയുന്നതായിരിക്കില്ല. പക്ഷേ അവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ ഒരിടത്തും ഇന്ത്യയെ തല ഉണിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ത്യക്ക് 50% തീരുവ കൊടുക്കുകയാണ്. പല പ്രാവശ്യം പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത്, നിങ്ങൾ എണ്ണ വാങ്ങുന്ന പണം കൊണ്ടാണ് യുക്രൈൻ ആക്രമിക്കാൻ റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് റഷ്യയിൽ നിന്ന് വാങ്ങിയാൽ എനിക്ക് ദേഷ്യം കൂടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് 50% തീരുവ, എൻ്റെ ദേഷ്യം കുറയുമ്പോൾ ഞാൻ 25%, എനിക്ക് ഒട്ടും ദേഷ്യം ഇല്ലാത്തപ്പോൾ ഞാൻ തീരുവയില്ല. അപ്പൊ ഇയാൾക്കൊരു അരക്കിളി പോയി. കാരണം 70 വയസ്സായ ഒരു മനുഷ്യനാണ്, എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഒരു പിടിപാടും ഇല്ലാത്ത ഒരു മനുഷ്യൻ 2 തവണ, എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ആ ഇതിലേക്ക് ഇംപീച്ച് ചെയ്യപ്പെട്ടു എന്നുള്ളതല്ല, ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യമുയർന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രംപിന്റെ പല നയങ്ങളും തീരുമാനങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ചില രീതിയിലൊക്കെ തിരിച്ചടി കിട്ടും. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ മുട്ട ബിസിനസ് നടക്കുന്നത്. 20 കോടിയുടെ നഷ്ടമാണ് നമുക്ക് ഈ തീരുവ വർദ്ധിപ്പിച്ചതിലൂടെ നമുക്കുണ്ടാകാൻ പോകുന്നത്. അതായത് 4.50 രൂപയ്ക്ക് കയറ്റി അയക്കുന്ന മുട്ടയ്ക്ക് അമേരിക്കൻ വിപണിയിൽ 7.50 രൂപയാണ് വില. അത്രയും നമുക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നുണ്ട്. പക്ഷേ
20 കോടി രൂപയുടെ മുട്ടയൊക്കെ കെട്ടിക്കിടക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ഇതിന് ബദലായി പല മാർഗങ്ങളും നമ്മൾ കണ്ടെത്തും. നമുക്ക് ചൈനയിലോട്ട് വേണമെങ്കിലും നമ്മുടെ സാധനങ്ങൾ കയറ്റി അയക്കാം. ഇറ്റലി പറയുന്നു നമ്മൾ സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കി നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്, ധൈര്യമായി US-നെ നിങ്ങൾ അടുപ്പിക്കേണ്ട, ധൈര്യമായി ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മൊത്തത്തിൽ ലോകരാജ്യങ്ങൾ ഒരു പരിധി വരെ, കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ, ഈ കാനഡയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ പിന്നെ എന്താ ഞങ്ങളുടെ കൂടെ ചേർത്തേക്ക് കാനഡയെ നിങ്ങൾ അവിടുത്തെ ഗവർണർ ആക്കാമെന്നൊക്കെ കാനഡയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. ഈ കുറച്ച് വയസ്സായ അമ്മാവന്മാര് പിച്ചും പേയും പറയുന്നത് നമ്മൾ കേൾക്കാറില്ലേ? കുഴിയിൽ കാലു നീട്ടിയിരിക്കുന്ന അമ്മാവന്മാര് കുറെ കിടന്ന് പിച്ച്, അതുപോലെയാണ് ഈ തലയ്ക്കകത്ത് എന്തോ ഈ വട്ട് പിടിക്കുമ്പോ ഇങ്ങനെ കാണിച്ചിട്ട് എന്നാ പിന്നെ ഇന്ത്യക്ക് അങ്ങ് കൊടുത്തിരിക്കാം എന്നാണ് ഇയാളുടെ വിചാരം. അപ്പൊ ഇന്ത്യ ഭരിക്കുന്നത് ആരാണെന്നും ഇന്ത്യക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായാൽ സഹായിക്കാൻ കുറെ രാജ്യങ്ങൾ ഒപ്പമുണ്ട് എന്നും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ട്രംപ് കടന്ന് ഈ ഒരു പിത്തലാട്ടം നടത്തുന്നത്. പിത്തലാട്ടം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ, ഈ പിത്തലാട്ടം എന്ന് പറഞ്ഞാൽ ഈ അരവട്ട് നടത്തുന്നത് എന്ന് പറയും. അപ്പൊ ആ സ്ഥിതിയാണ് ഇപ്പൊ കണ്ടുവരുന്നത് എന്നുള്ളത്. എന്തായാലും ചൈനയിലേക്ക് മോദി പോകുമ്പോൾ അതൊരു വലിയ ചർച്ചയാകും. ചൈന എന്തിനായിരിക്കും ചൈന മോദിയെ ഇത്രയും ഇതായിട്ട് ക്ഷണിക്കുന്നത്? അതായത് ഇന്ത്യയും ചൈനയുമായിട്ട് 2020 തോന്നുന്നു ഈ ഒരു അതിർത്തി തർക്കമുണ്ടായിരുന്നു. ഗ്യാൻവാൽ തർക്കം. അവിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു. സൈനികർ, രണ്ടു പക്ഷത്തും സൈനികർ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനുശേഷമാണ് ഇന്ത്യ ചൈന സംഘർഷം, അതിർത്തി തർക്കം രൂക്ഷമായത്. നേരത്തെ തന്നെ ചെറിയ തോതിലുണ്ട്, പക്ഷെ അത് സങ്കീർണമായത് ഇപ്പോഴാണ്. രണ്ട് രാജ്യങ്ങളും അതിർത്തിയിൽ വലിയ രീതിയിൽ സേനാവിന്യാസം നടത്തി. പിന്നീട് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും നിരവധിയായ ചർച്ചകൾ നടത്തി. ഇപ്പോൾ ആ ഒരു സംഘർഷത്തിൻ്റെ അവസ്ഥയില്ല, തീരെയില്ല. കാര്യം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ എപ്പോഴെങ്കിലും ഒരു വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുമ്പോൾ ചൈനയുടെ അതിർത്തിയിലും വെടിപൊട്ടുന്നുണ്ടായിരുന്നു പണ്ട്, ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു നിർണായക സൈനിക നീക്കം ഇന്ത്യ നടത്തിയപ്പോൾ പോലും ചൈന അനങ്ങിയില്ല. ഒരു പരിധിവരെ ഇന്ത്യൻ നിലപാടുകളെ അവർ പിന്തുണയ്ക്കുകയും ചെയ്തു. അതൊരു കൃത്യമായ സൂചനയാണ്. കാര്യം ഇന്ത്യയും ചൈനയൊക്കെ നമ്മളിപ്പോൾ ഈ ഇന്നലെ സംഭവിച്ച വാർത്തകളെ സംബന്ധിച്ചാണ് നമുക്കൊരു ചർച്ച. പക്ഷേ ഈ ആഗോള രംഗത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ പലരും മാസങ്ങൾക്ക് മുമ്പേ മുൻകൂട്ടി കാണുന്നുണ്ട്. ഈ ട്രംപ് ഇങ്ങനെ 8ൻ്റെ പണി തരുമെന്നുള്ള കാര്യം ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ നേരത്തെ അറിയാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രപരമായി ഇന്ത്യയും ചൈനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ചില സൗന്ദര്യ പിണക്കമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിയിലുള്ള രണ്ട് രാജ്യങ്ങളാണ്. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരം വലിയ രീതിയിൽ നടത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇപ്പോൾ ചൈനയിൽ നിന്ന് നിരവധിയായ ഇലക്ട്രോണിക് സാധനങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് സമാനമായ രീതിയിൽ തന്നെ പല ഉൽപ്പന്നങ്ങളും, കാർഷിക ഉൽപ്പന്നങ്ങളടക്കം ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പല സാധനങ്ങളും ചൈനയിൽ കിട്ടില്ല. അത് ഓരോ ഭൂപ്രകൃതിയുടെ അനുസരിച്ചുള്ള വ്യത്യാസമാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തൊട്ടടുത്തുള്ള രണ്ട് വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ വലിയൊരു വിപണിയും രണ്ട് രാജ്യങ്ങൾക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയും ചൈനയും ഒന്നിച്ചാൽ തന്നെ, ഇത്തരത്തിൽ സഹകരണം മെച്ചപ്പെടുത്തിയാൽ തന്നെ ഒരു പരിധി വരെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ചൈനയും അമേരിക്കയുടെ അതേ ദുഷ്പ്രവണതകളുടെ ഇരയായ ഒരു രാജ്യമാണ്. ഈ വ്യാപാര യുദ്ധം ആദ്യം പ്രഖ്യാപിച്ചത് ചൈനയാണ്. പക്ഷേ ചൈന കർശന നിലപാടെടുത്തതോടുകൂടി ട്രംപ് അയയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ രീതിയിൽ ഇന്ത്യക്കെതിരെയും ഇത്തരത്തിലുള്ള ബലം പിടുത്തം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. കാര്യം 21 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ട്രംപ്. വലിയ ഔദാര്യമാണ്, എന്നാലും 21 ദിവസത്തെ സമയമുണ്ട്. ഡൽഹിയിൽ കൂടുതൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ 21 ദിവസം അതിനിർണായകമാണ്. അതിനുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകും. ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായി ഇല്ലാണ്ടായെന്നും ഇരിക്കും.